എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനിരുന്ന പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും തനിക്ക് മുൻപ് 2 പേരായി അവരെ അവൻ അയക്കുന്ന ഒരു ചിത്രമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നത്. നമുക്കറിയാം, യേശു 12 ശിഷ്യന്മാരെയാണ് ആദ്യമായി തിരഞ്ഞെടുക്കുന്നത്. അതും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലൂടെയാണ് യേശു ഈ തിരഞ്ഞെടുപ്പ് നടത്തി അവരെ തൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ 72 എന്നുള്ള ഒരു നമ്പർ അത് എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: ലോകത്തിലാകെ 72 ജനപദങ്ങളാണുള്ളത്. അപ്പോൾ യേശു ഈ 72 പേരെ തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു സാർവത്രിക പ്രേഷിത ദൗത്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു സാർവത്രിക പ്രേഷിത ദൗത്യത്തെ. അങ്ങനെയെങ്കിൽ ആ 72 പേരിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അത് ക്രിസ്തുവിന് പ്രേഷിത ദൗത്യം നൽകുവാൻ വേണ്ടി തന്നെയാണ്. ക്രിസ്തുവിന്റെ ദൗത്യം ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വലിയ ഒരു സുവിശേഷത്തിന്റെ ചിന്ത. വീണ്ടും സുവിശേഷത്തിൽ പ്രകാരം പറഞ്ഞു വെക്കുന്നു: വിളവധികം വേലക്കാരെ ചുരുക്കം. അർത്ഥമാക്കുന്നത് എന്താണ്? വിളവധികം വേലക്കാരെ ചുരുക്കം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ പരമാവധി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ള ഒരു വലിയ ഒരു സദ്വാർത്തയുടെ ചിന്ത സുവിശേഷം നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്നുണ്ട്. വീണ്ടും യേശു അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വചനം പറയുന്നു: നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പണമോ അതുപോലെ തന്നെ നിങ്ങളുടെ മടിശീലയോ ഒന്നും നിങ്ങൾ കരുതരുത്. നിങ്ങൾ എൻ്റെ ദൗത്യവുമായി പോകുമ്പോൾ നിങ്ങൾക്ക് പണം കൊണ്ട് അവിടെ കാര്യമില്ല. നിങ്ങളുടെ മടിശീല, നിങ്ങൾക്കുള്ള സമ്പാദ്യമൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു കുഞ്ഞാടായിട്ടാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ക്രിസ്തുവിന് വേണ്ടി. മറ്റൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഭവനത്തിന് നിങ്ങൾ സമാധാനം ആശംസിക്കണം. യേശുവിൻ്റെ ദൗത്യവുമായി പോകുന്ന ഒരു വ്യക്തിക്ക്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് വലിയ കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് യേശു നൽകുന്ന സമാധാനമാണ് മറ്റുള്ളവർക്ക് നൽകേണ്ടത് എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് യേശു നൽകുന്ന സമാധാനം കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. വീണ്ടും വചനം പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾക്ക് തരുന്നത് ഭക്ഷിക്കുക. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. പക്ഷേ വചനം പറഞ്ഞു വയ്ക്കുന്നു, ഈ ഭക്ഷണം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ബാഹ്യമായിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, മറിച്ച് നിന്റെ ഇഷ്ടങ്ങൾ നീ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഭയിലൊക്കെ സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയാണ് പല രീതിയിൽ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ സഭയിലൂടെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ളവരെ സുഖപ്പെടുത്തുക എന്ന്. ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ രോഗശാന്തി എല്ലാവർക്കും കൊടുക്കുവാൻ കഴിയുമോ? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉള്ളവരെ സുഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. എങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നു? ഒരു സമാധാനമായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക,
ക്രിസ്തുവിൻ്റെ വചനം അവൻ്റെ ജീവിതത്തിലേക്ക് നൽകുക, അന്ധതയിൽ ആഴ്ന്നുപോയ ഒരുവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വചനം പങ്കുവെച്ചു കൊടുക്കുക. അതുവഴി അവൻ ക്രിസ്തുവിനാൽ സുഖപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും വചനം പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങൾ അവരോട് പറയേണ്ടത് എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സദ്വാർത്തയാണ് നിങ്ങൾ അവരിലേക്ക് പറഞ്ഞു വയ്ക്കേണ്ടത്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൗത്യം നമ്മിലൂടെ പൂർത്തിയാകുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുക. ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം എന്നിലൂടെ നിങ്ങളിലൂടെ പൂർത്തിയാകുന്നത്. എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? അത് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കുക, വചനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരെ സുഖപ്പെടുത്തുക, ദൈവരാജ്യത്തെക്കുറിച്ച് നീ പ്രഘോഷിക്കുക. ഇതിനൊക്കെ വേണ്ടി തന്നെയല്ലേ നമ്മളെയും യേശു ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെയും കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ എനിക്ക് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ കഴിഞ്ഞു, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് എത്രമാത്രം എനിക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണിത്. ആ ചിന്തയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ ഒരു സുവിശേഷത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. നീ ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ വചനം പറഞ്ഞു വയ്ക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി നീ എത്ര അധ്വാനിക്കുന്നു, നീ എങ്ങനെ അധ്വാനിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അത് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്, അത് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നീ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ദൗത്യം നിന്നിലൂടെ എങ്ങനെയൊക്കെ പൂർത്തിയായി, നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിലൂടെ നിനക്ക് എങ്ങനെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ചോദ്യം ഈ ഒരു സുവിശേഷം നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്നുണ്ട്. നിന്റെ സംരക്ഷണം ദൈവത്തെ ഭരമേൽപ്പിക്കുമ്പോൾ നിനക്ക് ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിനക്ക് അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനെല്ലാം നേടിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്, അർത്ഥമില്ലാത്ത ജീവിതമായി മാറുന്നു എന്ന് സുവിശേഷം നമ്മളോട് പറയുകയാണ്, നമ്മുടെ നേരെ നോക്കി വിരൽ ചൂണ്ടുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ജീവിതം അത് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ സംരക്ഷണം ദൈവത്തിന് സമർപ്പിച്ച് അവന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.